ഡേവിൾസ് ലവ് രചന നന്ദന അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ഐസിയുയിൽ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ കഴിയുന്ന തൻവി ചന്ദ്രശേഖർ എന്ന പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ദത്തൻ പറഞ്ഞിട്ട് ഡോക്ടർ അവനെ സംശയത്തോടെ നോക്കി. തൻവി ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ ആ സർജറി തീരുമാനിച്ചിരിക്കുന്ന കുട്ടിയല്ലേ? ഡോക്ടർ നെറ്റി വിളിച്ചോട് ചോദിച്ചു. അതെ ഡോക്ടർ, എനിക്ക് ആ കുട്ടിയുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. ഗൗരവത്തോടെ ദത്തൻ പറഞ്ഞു. ഡോക്ടർ നെറ്റി വിളിച്ചുകൊണ്ട് അവനെ നോക്കി. സോറി മിസ്റ്റർ ദത്തൻ, പേഷ്യന്റിനെ കുറിച്ചുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അയാൾ പറഞ്ഞിട്ട് ദത്തൻ ചെയറിലേക്കൊന്ന് ചാരിയിരുന്നുകൊണ്ട് പുഞ്ചിരിച്ചു. ആ കുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞേ തീരൂ ഡോക്ടർ. ഡോക്ടറായിട്ട് പറഞ്ഞു തന്നാൽ അത് ഡോക്ടറെ എനിക്ക് നല്ലത്. അല്ലെങ്കിൽ അതിലൊളിഞ്ഞിരിക്കുന്ന അവൻ്റെ ഭീഷണി ഡേവിഡിനെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. മനക്കിലെ ദത്തനെ പിണക്കുന്ന എൻ്റെ ഭാവി ജീവിതത്തിന് ദോഷമായിരിക്കുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ അയാളൊന്ന് അയഞ്ഞു. ഓക്കെ ദത്തൻ, ഞാൻ പറയാം, ബട്ട് ഇക്കാര്യം പുറത്താരും അറിയരുത്. അറിയാലോ, പേഷ്യന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ അനുവാദമില്ലാതെ പുറത്തു പറയുന്ന മെഡിക്കൽ എത്തിക്സിനെതിരാണ്. ഡോക്ടർ പറഞ്ഞു കേട്ട് ദത്തനൊന്ന് പുഞ്ചിരിച്ചു. നോ ഡോക്ടർ, ഇതിന്റെ പേരിൽ ഡോക്ടർ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ദത്തന് ഉറപ്പുകൊടുത്തും ഡോക്ടർ ഫയൽ എടുത്ത് അവന് നേരെ നീട്ടി. ഇത് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഇറങ്ങിയ ഫയലാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഹൃദ്രോഗമാണ് ആ കുട്ടിക്ക്. ഹൃദയവാൽവ് തുറക്കാനും അടക്കാനും കഴിയാതെ ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. സർജറി കൊണ്ട് മാത്രമേ ഇത് പൂർണ്ണമായിട്ടും ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ. അത് എത്രയും പെട്ടെന്ന് വേണം. വൈകിയാൽ മരണം വരെ സംഭവിക്കാം. ഡോക്ടർ പറഞ്ഞു കേട്ട് ദത്തന്റെ മുഖത്തൊരു ക്രൂരമായ പുഞ്ചിരി എറിഞ്ഞു. താങ്ക് യു ഡോക്ടർ. ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണുവിന്റെ മുഖത്ത് തെളിഞ്ഞ പ്രകടമായ സംശയത്തെ അവൻ കണ്ടിൽ നിന്ന് അടിച്ചു. ഐ ആം സോറി തനുശ്രീ, പെട്ടെന്ന് ഇത്രയും വലിയൊരു എമൗണ്ട് തരാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥയൊക്കെ തനിക്കും അറിയാലോ. ഞാൻ ആകെ ടൈറ്റില്ല. തൽക്കാലം താനിപ്പോൾ മറ്റെന്തെങ്കിലും ഒരു മാർഗം നോക്കൂ. ഫോണിൽ കൂടി കേട്ട സിദ്ധാർത്ഥിന്റെ ശബ്ദത്തിൽ താനൊരു നിമിഷം തളർന്നു പോയി. കാരണം അവൻ തരാമെന്ന് പറഞ്ഞ 5 ലക്ഷം രൂപയുടെ ബലത്തിലാണ് അവൾ സർജറിക്കുള്ള ഡേറ്റ് എടുത്ത്. അവരുടെ അവസ്ഥ മനസ്സിലായതുകൊണ്ട് തന്നെ പകുതി പണം സർജറിക്ക് മുന്നേയും ബാക്കി പകുതി സർജറിക്ക് ശേഷം അടച്ചാൽ മതി എന്ന് മാനേജ്മെന്റ് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മറുപടിയിൽ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയി. ഈ അവസാന നിമിഷം ഇനി എന്ത് ചെയ്യും? അവൾ ഒന്നുമിണ്ട് ആ ഫോൺ കട്ട് ചെയ്ത് ചെയറിലേക്ക് ഇരുന്നു. എത്ര സമയം അവൾ അങ്ങനെ ഇരുന്നു എന്നറിയില്ല. ചുറ്റിനും ശൂന്യത മാത്രം. അവളൊരു നെടുവീർപ്പോടെ കണ്ണുകൾ മുറുക്കി അടച്ച് ചെയറിലേക്ക് ചാരിയിരുന്നു. മോളെ, രേവതിയുടെ ശബ്ദം കേട്ടാണ് അവൾ കണ്ണു തുറന്ന്. ചിറ്റേ. അവൾ അവരെ കണ്ടത് പൊട്ടിക്കരഞ്ഞോണ്ട് അവരുടെ നെഞ്ചിലേക്ക് വീണു. എന്തു പറ്റി മോളെ? അവർ പേടിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അവരുടെ മനസ്സിൽ തൻവിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്നായിരുന്നു. താനും ഇങ്ങനെ കരയാതെ കാര്യം പറ, എന്താ ഉണ്ടായത് മോളെ? കുഞ്ഞിക്ക് എന്തെങ്കിലും? അവർ ടെൻഷനോടെ ചോദിച്ചു. അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. ശേഷം സിദ്ധാർത്ഥ് വിളിച്ചും പണം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞു. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞ്? രേവതി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പദം പറഞ്ഞ് കരഞ്ഞു. നമ്മളിനി എന്ത് ചെയ്യും ചിറ്റ്? അവൾ നിസ്സായതോടെ അവരോട് ചോദിച്ചു. രേവതി ഒരു നിമിഷം മൗനമായിരുന്നു. ശേഷം എന്തോ തീരുമാനിച്ച പോലെ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. ഞാനിപ്പോൾ വരാം മോളെ. എവിടെ പോവാ ചിറ്റേ? ആര് പറഞ്ഞിട്ട് അവൾ ടെൻഷനോട് ചോദിച്ചു. അതൊക്കെ വന്നിട്ട് പറയാം. തൽക്കാലം മോൾ ഇവിടെ തന്നെ ഉണ്ടാവണം, എങ്ങോട്ടും പോവരുത്. അവർ പറഞ്ഞു. അവൾ തലയാട്ടി സമ്മതിച്ചു. മോള് വിഷമിക്കേണ്ട, പണം എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ പറ്റുമെന്ന് ചിറ്റെന്ന് നോക്കട്ടെ. നിറകണ്ണുകളോടെ നിൽക്കുന്ന തനുവിന്റെ കവിളിലും തലോടിക്കൊണ്ട് രേവതി പറഞ്ഞു. ശേഷം അവൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവർ വേഗം തിരിഞ്ഞിടന്നു. അവർ പോകുന്നത് നോക്കുന്ന തനു ഒരു തളർച്ചയോടെ ചെയറിലേക്ക് ഇരുന്നു. ഇതേ സമയം സിദ്ധാർത്ഥിന്റെ ഓഫീസ് ക്യാബിനിൽ. എന്നാൽ ഇത് ഇത്തിരി കടന്നുപോയി ദത്ത. എന്തൊക്കെ പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കണ്ടായിരുന്നു. തന്റെ മുമ്പിലേക്കും ദത്തനോടായി സിദ്ധാർത്ഥ അല്പം നീരസത്തോടെ പറഞ്ഞു. ദത്തൻ പറഞ്ഞുകൊണ്ടാണ് സിദ്ധാർത്ഥ തനുവിന് കാശ് കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അതിനു മറുപടിയായി ദത്തൻ പുച്ഛത്തോടും ചിരിച്ചു. അവരെ ഇതിലും വലുത് അറിയിക്കുന്നുണ്ട് സിദ്ധു. എന്റെ കുടുംബത്തോട് അവർ ചെയ്ത ചതിക്ക് അവരോട് ഇതൊന്നും ചെയ്താൽ പോരാ. അവനത് പറയുമ്പോൾ അവന്റെ കണ്ണിൽ കത്തി നിൽക്കുന്ന പകയിലേക്ക് സിദ്ധു ഒരു നിമിഷം നോക്കി. മുമ്പ് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച നിനക്കെന്താ അവരോട് ഇത്രയും പക? ചെയറിലേക്ക് ചാരിയെന്നോട് സിദ്ധാർത്ഥി ചോദിച്ചു. ദത്തനൊന്ന് ചിരിച്ചു. അതൊക്കെ ഒരു വലിയ കഥയാണ് സിദ്ധു. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയവരുടെ കഥ. നിർഭാഗ്യവശാൽ ജീവിതം നഷ്ടപ്പെട്ടവർ എൻ്റെ കുടുംബത്തിലുള്ളവരായിപ്പോയി. അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത് അവളുടെ കുടുംബത്തിലുള്ളവരും. അത് പറയുമ്പോൾ അവന്റെ മനസ്സിൽ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കഥകൾ പറഞ്ഞും പാട്ടുപാടിയും ഉറക്കിയിരുന്ന ഒരുവന്റെ മുഖം കടന്നു വന്നു. ആ ഓർമ്മയിൽ അവന്റെ കണ്ണുകൾ ഈറനായി. പതിയെ അവിടെ പക നിറഞ്ഞു. തനിക്ക് ഏറ്റവും വലിയ നഷ്ടം വരുത്തി വെച്ച കുടുംബത്തോടുള്ള പക, അവിടെയുള്ള ഓരോരുത്തരെയും കത്തിച്ച് കളയാനുള്ള പക. റിലാക്സ് ദത്തൻ. അവന്റെ മുഖത്ത് ദേഷ്യം കണ്ടതും സിദ്ധു അവനെ തണുപ്പിക്കാനെന്ന പോലെ പറഞ്ഞു. ഏയ് ഐ ആം ഓക്കെ സിദ്ധു. മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. സിദ്ധു ഒന്ന് ചിരിച്ചു. ഓക്കെ, ഐ ആം ലീവിങ് മാൻ. എനിക്ക് അവളെ ഒന്ന് കാണണം. അത് പറയുമ്പോൾ അവന്റെ മുഖത്തെ കുടിലത സിദ്ധുവിന് മനസ്സിലായി. അവനൊന്ന് തലയാട്ടിയതും അവനൊരു ക്രൂരമായ പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു. ഹോ, ഇനി ഇവൻ ആ കൊച്ചിനെ എന്തൊക്കെ ചെയ്യൂ എന്തോ എൻ്റെ ഭഗവാനെ. അവൻ പോയതും സിദ്ധു ആത്മകഥ പോലെ പറഞ്ഞുകൊണ്ട് തന്നെ ജോലിയിലേക്ക് കടന്നു. ഐസിയുവിന് മുമ്പുള്ള ചെയറിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തനുവിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസം പിന്നിട്ടിരിക്കുന്നു.
ഇനി ഈ ഓപ്പറേഷൻ വൈകിയാൽ അത് അവളുടെ ജീവന് തന്നെ ആപത്താണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതുവരെ പകുതി പണം പോലും റെഡിയായിട്ടില്ല. ഇനി എന്ത് ചെയ്യും? എങ്ങനെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കും? അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് ആ ചെയറിലേക്ക് ചാരിയിരുന്നുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. പെട്ടെന്ന് തന്നെ മുമ്പിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി. ഇരു കൈകളും മാറിൽ കെട്ടി ഒരു പുച്ഛ ചിരിയോടെ തന്റെ മുമ്പിൽ നിൽക്കുന്ന ദത്തനെ കണ്ടതും അവൾ കസേരയിൽ നിന്നും ചാടി എണീറ്റു. ഒരു നിമിഷം അവൻ അവിടെ കണ്ടതും അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. അവൾ പേടിയോടെ ചുറ്റിനും നോക്കി. ICU മുമ്പിലായതുകൊണ്ട് തന്നെ അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളവരാകട്ടെ ഉച്ചസമയമായതുകൊണ്ട് ഭക്ഷണം കഴിക്കാനായി ക്യാൻറ്റീനിലേക്ക് പോയിരുന്നു. രേവതി പോയിട്ട് ഇതുവരെയും വരാത്തതുകൊണ്ടാണ് തനു അവിടെ തന്നെ ഇരുന്നത്. അവളുടെ വെപ്രാളവും പരവേശവും ഉള്ളാരെ ആസ്വദിച്ചുകൊണ്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നു. എന്തുപറ്റി തനുശ്രീ? താനെന്താ ഇവിടെ? തൻ്റെ ആരെങ്കിലും അഡ്മിറ്റാണോ? ഉള്ളിലെ പകയും ദേഷ്യവും മറച്ചു വെച്ചുകൊണ്ട് അവൻ സൗമ്യനായി ചോദിച്ചു. എന്നാൽ അവൻ്റെ ആ ഭാവത്തിൽ അവൾ ഞെട്ടി നിൽക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് അവൻ അവളോട് അത്രയും സൗമ്യമായി സംസാരിക്കുന്നത്. എന്തു മറുപടി പറയണമെന്നറിയാതെ അവൾ അവനെ തന്നെ തുറിച്ചു നോക്കി നിന്നു. അവൾ തന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടതും പെട്ടെന്നുള്ള തന്റെ ഭാവമാറ്റത്തിൽ അവൾ പകച്ചു നിൽക്കുന്നതാണെന്ന് അവന് മനസ്സിലായി. ഏയ്! അവനൊരല്പം കൂടി അവളുടെ മുന്നിലേക്ക് കയറിയുന്നുകൊണ്ട് അവളുടെ മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ചു. ഒരു നിമിഷം അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി പിന്നിലേക്ക് നീങ്ങി. ആ നിമിഷം തന്നെ അവൻ ഇടം കൈ കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. വിട് സർ, എന്തേ കാണിക്കുന്നത്? അവൻ അവന്റെ കയ്യിൽ കിടന്ന് കുതിറി. കിടന്ന് പിടക്കാതെ അടങ്ങി നിൽക്കടിയോളെ. അവൻ അവളുടെ ചെവിയിലായി ചുണ്ടുകൾ ചേർത്തുകൊണ്ട് മുരണ്ടതും അവൾ ദയനീയമായി അവനെ നോക്കി. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം, വായുടെ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അവൾ എൻ്റെ കൈകൾ തട്ടി മാറ്റി. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല, പ്ലീസ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. അവൾ അവനെ നോക്കി തൊഴുകയോടെ പറഞ്ഞു. അവനതിനെ പൂച്ഛിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഞാൻ മര്യാദക്ക് പറഞ്ഞപ്പോൾ നിനക്ക് അഹങ്കാരമല്ലേ, വാടിയുടെ. അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് അവൾ ഒഴിഞ്ഞിടുന്നൊരു മുറിയിലേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു. നിങ്ങളെന്തീ കാണിക്കുന്നത്? വാതിലോർക്ക്. അവൾ വാതിലിന് നേരെ നടന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചിട്ടു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ നിലത്തേക്ക് വീണുപോയി. വീഴ്ചയുടെ വേദനയിൽ അവളുടെ വായിൽ നിന്ന് അറിയാതെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. നിന്നോട് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു എനിക്ക് സംസാരിക്കാനുണ്ടെന്ന്. മര്യാദക്ക് പറയുന്നിട്ട് ഇവിടെ നിന്നില്ലെങ്കിൽ പൊന്നുമോള് വിവരം അറിയും. ആ നിലത്തേക്ക് ഇരുന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ വേദനയുടെ ആധിക്യത്താൽ നിറകണ്ണുകളോട് അവനെ നോക്കി. എന്നാൽ അവിടെ ആ കണ്ണുനീര് അവനൊരു തരം സ്പർശിച്ചില്ലെന്ന് മാത്രമല്ല, അതവൻ ആസ്വദിക്കുകയാണ് ചെയ്ത്. ആ സമയം വല്ലാത്തൊരു പകയായിരുന്നു അവൻ അവളോട് തോന്നിയത്. എല്ലാം ചുട്ടു ചാമ്പലാക്കാൻ തക്കവണ്ണമുള്ള പക. ഡേയ്, നിന്റെ ഈ പൂങ്കണ്ണീര് കാണിച്ച് എന്നെ മനസ്സ് മാറ്റാന്ന് വല്ല ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് നിന്റെ മനസ്സിൽ തന്നെ വെച്ചിരുന്നാൽ മതി. നിന്റെ ഈ കള്ളക്കണ്ണീരിലൊന്നും ഈ ദേവതത്തിന് വീഴ്ത്താൻ കഴിയുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ദത്തൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആൾ വേദനയോട് അവനെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നെ വീട്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ആൾ അതിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ ഞാൻ പൊന്നുമോൾക്ക് വഴിയെ പറഞ്ഞുതരാം. തൽക്കാലം ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നീ ആലോചിച്ചോ? അവനവളെ നിലത്തൊന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചെത്തുകൊണ്ട് ചോദിച്ചു. എനിക്ക് പറ്റില്ല, ഞാനൊരു അവിവാഹിതയായ പെൺകുട്ടിയാ. അങ്ങനെയുള്ള ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചേരണമെന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്തു പറയും? ആൾ അവനെ ഇങ്ങോട്ട് ചോദിച്ചു. അവന്റെ മുഖാകെ വലിഞ്ഞു മുറുകി. ഈ നാട്ടുകാരുടെ ചെലവിലടി ഞാൻ കഴിയുന്നത്, ചോദിക്കുന്നവർക്കുള്ള മറുപടി കൊടുക്കാൻ എനിക്കറിയാം. അവൻ അവളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളോട് ചോദിക്കുന്നവരോട് നിങ്ങൾ മറുപടി പറയായിരിക്കും, പക്ഷെ ഞാനോ? ആളുകൾ എന്നെ പിന്നെ മറ്റൊരു കണ്ണുകൊണ്ടല്ലേ കാണുന്നത്. മാത്രമല്ല എന്റെ ജീവിതം എന്താവും? അവൾ തന്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന അവന്റെ കൈ വിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അപ്പൊ അതാണ് കാര്യം. നിന്റെ ഭാവി ജീവിതം സുരക്ഷിതാക്കണം. ഒന്ന് പെട്ടെന്നറിഞ്ഞാൽ മാർക്കറ്റിലെ വിലടിയായിരിക്കും അല്ലേ? അവൻ പുച്ഛത്തോടെ പറഞ്ഞു. അവൾക്ക് നന്നായിട്ട് ദേഷ്യം തോന്നി. എങ്കിലും താനിപ്പോൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ അവൻ ഇതിലും മോശമായി തന്നോട് പെരുമാറുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ആ നിമിഷം മൗനം പാലിച്ചു. എന്തായാലും അതോർത്ത് നീ വിഷമിക്കണ്ട. ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള കൂലി നിനക്ക് കിട്ടിയിരിക്കും. നിന്നെ പോലുള്ളവന്മാർക്ക് പണം മാത്രം മതിയായിരിക്കുമല്ലോ. അവൻ ചുണ്ടുകൂട്ടി പുച്ഛത്തോടെ പറഞ്ഞു. ആൾക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്തൊക്കെ ഇയാൾ ഈ പറയുന്നത്? ഒരു പെൺകുട്ടിയുടെ മുഖത്തോക്കി ഇത്രയും മോശപ്പെട്ട വാക്കുകൾ പറയാൻ ഇയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അവൾ അവജ്ഞതയോടെ അവനെ നോക്കി. എന്തായാലും നിനക്ക് ഞാനൊരു ഓഫർ കൂടി തരാം. എന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നതിനും പ്രസവിക്കുന്നതിനായിട്ട് നീ ചോദിക്കുന്ന പണം നിന്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കും. അതുകൂടാതെ നിന്റെ അനിയത്തിയുടെ സർജറിക്കുള്ള പണവും മറ്റാവശ്യങ്ങളും എല്ലാം ഞാൻ റെഡി ആയിക്കോളും. എന്തു പറയുന്നു മിസ് തനുശ്രീ? അവൻ പറഞ്ഞിട്ട് അവൾ ഒരു നിമിഷം സ്തംഭിച്ചെന്ന് പോയി. എത്ര വൃത്തിയായിട്ട രീതിയിലാണ് അയാൾ തന്നോട് പെരുമാറുന്നത്. തന്റെ മാനത്തിനാണ് അയാൾ ഇപ്പോൾ വിലയിട്ടിരിക്കുന്നത്. ആൾക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ അനിയത്തിയുടെ സർജറിക്കുള്ള പണം ഞാൻ കണ്ടെത്തിക്കൊള്ളാം. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. മേലൊരു ആവശ്യം പറഞ്ഞ് നിങ്ങൾ എന്റെ മുന്നിലേക്ക് വരരുത്. അതും പറഞ്ഞോട് തിരിഞ്ഞടന്ന അവളവൻ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ടു. വിട്ട്, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? ആളോ എന്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ടിരുന്നു. കൂടുതലങ്ങ് ഓവർ സ്മാർട്ട് കാണിക്കില്ലേ മുന്നുവളെ. ഈ ദത്തനൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധനയും നടത്തിയെടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് എന്നെ എതിർത്ത് എന്തെങ്കിലും ചെയ്യാൻ തുനിയുന്നതിന് മുന്നേ 2 വട്ടെങ്കിലും ആലോചിക്കണം. മനസ്സിലായോടി? അത് കേട്ടത് അവൾ പേടിയോടെ മുഖം തിരിച്ചു. പിന്നെ വേറൊരു കാര്യം, നീ വലിയ വായിൽ പറഞ്ഞല്ലോ നിന്റെ അനിയത്തിയുടെ സർജറിയുടെ പണം നീ കണ്ടെത്തിക്കൊള്ളാന്ന്. എവിടെ നിന്ന് കണ്ടെത്തുന്നാ? അതിനുവേണ്ടി നീ ഒരുപാട് ശ്രമിച്ചിട്ട് വല്ലതും നടന്നോ? ഇല്ലല്ലോ. അവൻ പുച്ഛത്തോടെ ചോദിച്ചു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. കാരണം പണത്തിനു വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാത്ത കാര്യം ഇവൻ എത്ര പെട്ടെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് തന്നെ. ഈ വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നീ ഇപ്പൊ ആലോചിക്കുന്നത്. അവൻ ചോദിച്ചു കേട്ട് അവൾ അവനെ വിടർന്ന കണ്ണുകളോടെ നോക്കി. നിന്റെ അനിയത്തിയുടെ സർജറിയുടെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ നീ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് അറിയായിരുന്നു. അതിനുവേണ്ടി നീ ആദ്യം സമീപിക്കുന്നത് സിദ്ധുവിനായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. അതുകൊണ്ട് തന്നെ ആ വഴി ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്തു. പിന്നെ നിന്റെ ചിറ്റ് പോലിക്കുന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രമിക്കുന്നു. അതും നടക്കില്ല. അതും ഞാൻ നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്തു. അവനൊരു പരിഹാസിരിയോടെ പറഞ്ഞു കേട്ട് അവൾ ഞെട്ടിലൂടെ അവനെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇയാൾ കാരണമാണ് സിദ്ധാർത്ഥ് സാർ തനിക്ക് പണം നൽകാത്തതെന്ന് ഓർത്തും അവൾക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഇയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിന്റെ ചീയം വെച്ചാണ് ഇയാൾ കളിക്കുന്നതെന്ന ചിന്ത അവളിൽ അയാളുടെ അറപ്പും വെറുപ്പും തോന്നിച്ചു. ദുഷ്ടൻ! അറിയാതെ തന്നെ അവളുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണതും അവന്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അതേടി, ഞാൻ ദുഷ്ടൻ തന്നെയാ. ഞാൻ ജീവിച്ചിരിക്കും മറ്റൊരു വഴിയിലൂടെ നിനക്ക് കാശ് കിട്ടാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ലടി. അവൻ പകയോടെ പറയുന്ന കേട്ടതും അവൾക്ക് സങ്കടവും ദേഷ്യമെല്ലാം ഒരുമിച്ച് വന്നു. ഇങ്ങനെ ഞങ്ങളിട്ട് ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ നിങ്ങളോട് ചെയ്ത്? കുഞ്ഞിയുടെ സർജറിയെ കുറിച്ച് ഓർത്തും അവൾക്ക് അവളെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ അവനെ കോളിൽ പിടിച്ചു വിളിക്കൊണ്ട് അലറി. നീയൊക്കെ ചെയ്ത തെറ്റെന്താണെന്നൊക്കെ മോൾക്ക് വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പൊ തൽക്കാലം എന്റെ ആവശ്യം നീ നടത്തി തരണം. എന്റെ കുഞ്ഞിനെ ഈ ഉദരത്തിൽ ചുമക്കണം. അവനെ നൊന്ത് പ്രസവിച്ച് എന്റെ കയ്യിലേക്ക് വെച്ചിരണം. അത് കഴിഞ്ഞാൽ നിനക്ക് പോവാം. നിനക്ക് ആവശ്യമുള്ള അത്രയും പണമായിട്ട്. ഈസ് ഇറ്റ് ഡീൽ? അവൻ മാറിൽ കയ്യും കെട്ടിന്നുകൊണ്ട് വല്ലാത്തൊരു ഭാഗത്തോട് അവളോട് ചോദിച്ചു. അവൾ തളർച്ചയോടെ ചുമരിൽ ചാരി നിന്നുപോയി. എത്രയും പെട്ടെന്ന് അനുകൂലമായ മറുപടി തന്നാ അത്രയും നേരത്തെ നിന്റെ അനിയത്തിയുടെ സർജറി നടക്കും. എന്തു പറയുന്നു? ഒരു ദാക്ഷിണ്യമില്ലാതെ അവളുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുമ്പോൾ അവനിൽ കുറ്റബോധത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് യാതൊരു പിടിയും ഉണ്ടായിരുന്നില്ല. ഒരു വശത്ത് തന്റെ ജീവിതമാണ് അയാൾ ചോദിക്കുന്നത്, മറുവശത്ത് തന്റെ കുഞ്ഞിയുടെ ജീവനും. തന്റെ ജീവിതത്തേക്കാൾ തന്റെ കുഞ്ഞിയുടെ ജീവൻ തന്നെയാണ് തനിക്ക് വലുത്. പക്ഷെ താനിങ്ങനെ ഇപ്പോൾ അയാളുടെ ആവശ്യം അംഗീകരിക്കും. ഇയാളുടെ കുഞ്ഞിനെ ഉദരത്തിൽ പേറി അവനെ പ്രസവിച്ച് ഇയാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി അവിടുന്ന് ഇറങ്ങാൻ തനിക്ക് സാധിക്കുമോ? ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അവൻ്റെ അച്ഛൻ്റെ കയ്യിലേക്കാണെങ്കിൽ പോലും കൊടുത്തിട്ട് പോരാൻ കഴിയുമോ? ഇല്ല. തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മയ്ക്കും അതിന് സാധിക്കില്ല. ആൾ നിസ്സഹായത്തോടെ അവനെ നോക്കി. എന്ത് തീരുമാനിച്ചു മനസ്സിൽ? എന്റെ ആവശ്യം അംഗീകരിക്കാൻ നീ തയ്യാറാണോ? അവളുടെ ഓരോ ഭാവമാറ്റവും വീക്ഷിച്ചുകൊണ്ടിരുന്ന അവൻ കുടിലതയോടെ ചോദിച്ചു. അവൾ നിറകണ്ണുകളോട് അവനെ നോക്കി നിന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ ഈ നിമിഷം തന്നെ നിന്റെ അനിയത്തിയുടെ സർജറിക്ക് വേണ്ട പണം ഞാൻ അടച്ചോളാം. നാളെ തന്നെ അവളുടെ സർജറി നടക്കും. എന്തു പറയുന്നു നീ? ഇരുകൈകളും മാറിൽ കെട്ടിയെന്നുകൊണ്ട് അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അറിയാതെ തന്നെ അവൾ സമ്മതം എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. ആ നിമിഷം അവന്റെ ചുണ്ടിൽ ഒരു വിജയച്ചിരി തെളിഞ്ഞു. ഗുഡ് ഗേൾ, അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. ഇനി പോയി ഇരുന്നിട്ട് തന്നെ ഇരുന്നോ. സർജറിക്ക് വേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്തോളാം. അവൻ അവളോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൻ പോയി കഴിഞ്ഞതും അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്ക് ഇരുന്നു പോയി. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്ന് തനുവിന് തന്നെ ഓർമ്മയില്ല. ഏതോ ഒരു മായിക ലോകത്തിൽ എന്ന പോലെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു. പെട്ടെന്ന് ആരോ ഡോർ ഇറക്കുന്ന ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന ചിറ്റയും കണ്ടതും അവൾ പതിയെ നിലത്തുനിന്ന് എഴുന്നേറ്റു. മോളെ തനു, ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? എന്തിനാ എന്റെ കുഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്? അവരോടി അവിടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ചിറ്റെ, പോയ കാര്യന്തായി? പണം റെഡിയായോ? അവൾ അവസാന പ്രതീക്ഷ എന്ന പോലെ രേവതിയോടായി ചോദിച്ചു. ഇല്ല മോളെ, അത് നടക്കില്ല. അവരെന്തൊക്കെയോ തടസ്സങ്ങൾ പറയാം. എനിക്കൊന്നും അറിയില്ല. അവർ നിരാശയോടെ പറഞ്ഞു. തനുവിന് വല്ലാത്ത സങ്കടം തോന്നി. കുറച്ചു മുന്നേ ദത്തം പറഞ്ഞതായിരുന്നെങ്കിലും അവളിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പൊ അതും തീർന്നു. അവൾ അവരെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. കരയിലെ മോളെ, എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും. അവരും കരയുന്നുണ്ടായിരുന്നു. മോള് വാ. അവരവളുടെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. മോൾ ഇവിടെ ഇരിക്കും. ചിറ്റ മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ഇതുവരെ എന്റെ കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ലെന്ന് ചിറ്റയ്ക്ക് അറിയാം. അവർ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അവൾ അവരുടെ കയ്യിൽ പിടിച്ചു. വേണ്ട ചിറ്റെ, എനിക്കൊന്നും വേണ്ട. ചിറ്റ എന്റെ അടുത്ത് തന്നെ ഇരുന്നാ മതി. അവൾ അതും പറഞ്ഞുകൊണ്ട് അവരുടെ തോളിലേക്ക് മുഖം ചായച്ച് കിടന്നു. നിമിഷങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് ഐസിയുവിന്റെ ഡോർ തുറന്ന് അവരുടെ അരികിലേക്ക് ഒരു നേഴ്സ് വന്നു. തനുവിയുടെ ബൈസ്റ്റാൻഡർ ആരാണ്? അവർ ചോദിച്ചതും തനു രേവതിയും കൂടി അവരുടെ അരികിലേക്ക് ഓടിച്ചെന്നു. എന്താ സിസ്റ്റർ, ഞങ്ങളുടെ കുഞ്ഞിനെന്തെങ്കിലും? രേവതി പരിഭ്രമത്തോടെ ചോദിച്ചു. നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു. അവർ നോക്കിക്കൊണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവർ വേഗം തിരിഞ്ഞ് ഐസിയുലേക്ക് കയറിപ്പോയി. മോളെ, ഡോക്ടർ എന്തിനായിരിക്കും വിളിക്കുന്നത്? എനിക്കെന്തോ പേടിയാവുന്നു. പേടിക്കാ ചിറ്റെ, ഒന്നും ഉണ്ടാവില്ല. ചിറ്റ വാ, നമുക്ക് പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. തനു അവരെയും കൂട്ടി ഡോക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു.
നോക്ക് ചെയ്ത് അകത്തേക്ക് കയറുമ്പോൾ രേവതിയിലുണ്ടായിരുന്ന പരിഭ്രമം തനുവിൽ ഉടലെടുത്തു. ആ മിസ് തനുശ്രീ വരൂ ഇരിക്കും, ഡോക്ടർ പറഞ്ഞു. അവർ രണ്ടുപേരും ഡോക്ടർ മുന്നിലേക്ക് ഇട്ടുന്ന ചെയറിലേക്ക് ഇരുന്നു. ഡോക്ടർ എന്താ ഞങ്ങളുടെ കുഞ്ഞിന്? രേവതി അപ്രാളത്തോടെ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, ഞാനിപ്പോ നിങ്ങളെ വിളിപ്പിച്ചത് തൻവിയുടെ സർജറിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ. ഡോക്ടർ പറഞ്ഞ രേവതി ദയനീയമായി അയാളെ നോക്കി. എത്രയും പെട്ടെന്ന് സർജറിക്കുള്ള പണം അടിച്ചോളാം ഡോക്ടർ, എന്റെ കുഞ്ഞിനെ കൈവിടല്ലേ. അവരയാളെ നോക്കി തുഴയോടെ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് പറയാനാ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വിളിപ്പിച്ച്. തൻവിയുടെ സർജറിക്ക് വേണ്ട മുഴുവൻ പണം അടച്ചിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് സർജറി സ്റ്റാർട്ട് ചെയ്യണം. ഡോക്ടർ പറഞ്ഞു കേട്ട് ഒരു നിമിഷം രേവതി ഞെട്ടിപ്പോയി. ആരാണ് ഇത്രയും പണം ഞങ്ങൾക്ക് തന്ന്? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.